ഇത് നല്ലൊരു വൈകുന്നേരമായിരുന്നു, നല്ലൊരു വൈകുന്നേരം. അപ്പോഴത്തേനും ഞാൻ ആറ്റിൻ്റെ കടവിൽ വന്നിരുന്ന് കാലൊക്കെ വെള്ളത്തിലാക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കിന് ഫോൺ കിട്ടിയപ്പോൾ ഞാൻ എടുത്ത കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്. എനിക്ക് കാല് വെള്ളത്തിലിട്ട് അടിച്ചടിച്ച് കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അതിലുണ്ടാവുന്ന ഈ ഒരു ഓളമില്ലേ, നല്ല രസമാണ് അത് കാണാൻ. എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ നേരം നോക്കിയിരുന്നപ്പോഴത്തേക്കിനാണ് ഒരു വലിയ വള്ളം പോകുന്നത്. ഈയിടെയായിട്ട് കുറേ വള്ളം പോകുന്നുണ്ട് ഇതിലെ കൂടെയൊക്കെ. അപ്പം അതെല്ലാം കണ്ടു കഴിഞ്ഞ് എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ തെറിപ്പിച്ച് കളിക്കാൻ. അമ്മയുണ്ടെങ്കിൽ നേരത്തെ ഞാൻ അമ്മയുടെ മുഖത്തേക്കായിരുന്നു തെറിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾ നടക്കാൻ വന്നപ്പോഴത്തേക്കിനാണ് ഒരു പഞ്ഞിമരത്തിൽ നിന്ന് ഇഷ്ടം പോലെ പഞ്ഞി. അതിൽ ചന്ദ്രവും കളിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ പഞ്ഞി പെറുക്കി കുറേ നേരം പഞ്ഞി പെറുക്കി നിന്ന്. അപ്പോഴത്തേന് ഒരു കുട്ടിയാൾ അവിടെ വ്ലോഗ് എടുക്കുന്നു. ആരാ? ചാരു തന്നെ. ചാരുവും ഞാനും ചന്ദ്രവും അമ്മയും ചാരുവിൻ്റെ അമ്മയും എല്ലാവരുമായിട്ടാണ് നടക്കാൻ പോയത്. അപ്പോഴത്തേക്കിന് ചന്ദ്രു നല്ല കുട്ടിയായിട്ട് അമ്മയുടെ കൂടെ നടന്നു വരുന്നുണ്ട്. ഞാൻ പറയുമായിരുന്നു, ഓ എന്ത് നല്ല കുട്ടി. അപ്പോഴത്തേക്കിന് ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കിന് ഞാൻ നോക്കുമ്പോഴത്തേക്കിനൊരു കിണർ. ഞാനും ആലോചിച്ചു അവിടെ ഇങ്ങനെ കിണർ വരാനാണ്. ചന്ദ്രു പിന്നെ അങ്ങ് ദൂരെ നോക്കി ആറ്റിലോട്ട് ആർക്കോ വേണ്ടി ടാറ്റ കാണിക്കുന്നു. ആർക്കാണോ എന്തോ. അപ്പോഴാണ് ഗൈസ് ഞാൻ ഈ ഫോൺ അങ്ങോട്ട് തിരിച്ചപ്പോഴത്തേക്കിന് ദൂരെ ഒരു വാഗപ്പൂ, മഞ്ഞ വാഗപ്പൂ. അത് ഞാൻ എടുത്തു, എസ്തെറ്റിക്സ് ആവട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ നടന്നപ്പോഴാണ് ചാരി പെട്ടെന്ന് സൈക്കിളിൽ നിന്ന് ഓടി ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് സെൻസർ ക്യാമറയിൽ ഡാൻസ് കളിക്കുന്നത്. ഓഹോ, പുതിയ പരിപാടിയാണ്, ഞങ്ങളുടെ പുതിയ പരിപാടിയാണത്. അങ്ങനെ നടന്ന് വന്നപ്പോഴത്തേന് ആ ഒരു വീട്ടിൽ പട്ടിയുണ്ട്. ആ പട്ടിക്ക് എന്താ പറയുക, കൊച്ചു പിള്ളേർ ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോഴത്തേന് ഞാൻ പിന്നെ ഓടി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിന് ഒരു ഞങ്ങളുടെ കാണിച്ച ആ ഒരു ആറിൻ്റെ ഒരു ജോയിൻ്റാണ് അത്. പിന്നെ അവിടെ കുഞ്ഞി വെള്ളമെല്ലാം കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അങ്ങനെ അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു വഴി കൂടെ നടന്ന് നീങ്ങി. അപ്പോഴത്തേക്കിന് ഞാൻ നോക്കുമ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ കമ്പികളിൽ ഇഷ്ടം പോലെ കിളികൾ കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കിന് സൂര്യൻ അവിടെ അസ്തമിക്കാറായി നിൽക്കുകയാണ്. ഞങ്ങളുടെ മെയിൻ പ്ലാൻ എന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടും, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ. ഒരു വിധത്തിൽ പാല് എത്തിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ആ ഒരു കുത്തിറക്കമുണ്ട് ഗൈസ്, അൺസഹിക്കബിൾ. ചെടിയുണ്ടല്ലോ, ഞങ്ങൾ അവിടുന്ന് പറിച്ചായിരുന്നു. കണ്ടൊരു ചെടിയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കണ്ടല്ലോ, അഡ്വഞ്ചറസ് ആണ് ഗൈസ്, എല്ലാവരും കൂടെ. അയ്യോ, അവർ പാലം ചാടി കണ്ടോ. കഴിഞ്ഞ് ഞാൻ പിന്നെ ടൈല് തപ്പി നടക്കുമായിരുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ആരിലോട്ടൊന്ന് എറിയാനായിട്ടായിരുന്നു. എൻ്റെ ചേട്ടൻ പണ്ട് കാണിക്കുമായിരുന്നു ടൈലിങ്ങനെ കുത്തിച്ച് എറിയുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഇവർ ചെയ്യുമായിരുന്നു നന്നായിട്ട്. പിന്നെ ഞാൻ പാട്ടും പാടി അതിലെ കൂടെ നടന്ന് കയറി. ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഒരു വെള്ള കളറിൽ ആ ചെടി പറിച്ചായിരുന്നു. അവിടെ ആ ഒരു ചെടി പറിച്ചു കൊടുത്താൽ നമുക്ക് ആ സൺസെറ്റ് നന്നായിട്ട് കാണാൻ പറ്റും. അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനായിട്ടായിരുന്നു. ഞാനാണെങ്കിൽ ചാരുവിനെ ചുമ്മാ കളിയാക്കുമായിരുന്നു. ഇത്രയും വയസ്സായിട്ടും നിനക്ക് നാണമില്ലേ അമ്മയുടെ തോളത്ത് കയറി നടക്കാൻ? എന്നെ അവളെ എനിക്കിട്ടും കുറേ ഊക്കിയിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാ, ചോദിച്ച് വാങ്ങിയെന്ന് വേണേൽ പറയാം. ഒരൊറ്റ സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, എന്നെ എടുക്കാൻ മാത്രം ആരുമില്ല. അതൊന്ന് പറഞ്ഞപ്പോഴത്തേക്കിനാണ് ചാരു എന്നെ കളിയാക്കൽ തുടങ്ങിയത്. എടാ പിന്നെയും പാലം വന്നടാ. ഈ കാട് പിടിച്ച് കിടക്കുമായിരുന്നു അവിടെ ഫുള്ള്. അപ്പോഴത്തേനും ഞങ്ങൾ ആ സൈഡിൽ കൂടെ നോക്കിയറിയാം, തൊട്ടപ്പുറത്ത് ആറാ. അപ്പോഴത്തേനും ഞങ്ങൾ ആ സൈഡിൽ കൂടെ ഒരു വിധത്തിലാണ് നടന്നത്. പക്ഷെ ഞങ്ങളുടെ ചില്ലറ ആഗ്രഹമൊന്നുമല്ല, അത്ര നടന്ന് നീങ്ങി. പിന്നെ അവർ നേരത്തെ നടന്നു. ഞാനാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നടന്നു വരാൻ കുറച്ച് താമസിച്ചു. അപ്പോഴത്തേന് അമ്മയാണെങ്കിൽ ചാരുവിനെയും കൊണ്ട് കയറുവാണ്, ആ പാലം കയറുവാണ്. 5 ആൻറ്റിയും ചന്ദ്രവും നേരത്തെ പോയി. ഞങ്ങളപ്പം നടന്നു വരുമ്പോഴത്തേനും ഞങ്ങളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തടിയുടെ പാലമുണ്ട്. നൈറ്റാണേ തുടങ്ങി വെച്ചത്. ഒന്നുമില്ല, ആ ഒരു തടിയുടെ പാലത്തിൽ കയറി ജസ്റ്റ് ഒന്ന് തുള്ളിയാൽ മതി. ഞാൻ തുള്ളുന്ന കണ്ട് ചാരും തുള്ളുന്നു. അപ്പം അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ ദൂരെ നോക്കിയപ്പോഴത്തേന് സൺസെറ്റ്. ഈ ഒരു പാലം അമ്മയ്ക്ക് പേടിയാണ്. ഈ മറ്റേ പാലമായിരുന്നു പേടി. ഇത് സിമ്പിൾ, നമുക്കൊക്കെ ഇത് സിമ്പിൾ.
വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ആ വെള്ള കളറുള്ള സാധനം പിന്നെയും ക്യാമറയിലോട്ട് വരുമായിരുന്നു. പിന്നെ ഞാൻ ഒരു വിധത്തിൽ അടക്കി പിടിച്ച് എടുത്ത്. ഞാനാണെങ്കിൽ അത് ആ ഒരു മുളയിൽ പിടിച്ച് നടക്കുന്നത്. ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും കറക്റ്റ് അതിൻ്റെ നടുവേ വെച്ച് അത് ഒടിഞ്ഞിരിക്കുകയായിരുന്നു. ഞാനും അമ്മയും കണ്ട അതാണ് ആദ്യമേ പേടിച്ച് പോയത്. ഷോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ ഈ അഡ്വഞ്ചറായിട്ട് പോകാനായിട്ട്. അതെല്ലാം കഴിഞ്ഞതേ ഞങ്ങൾ നേരെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും എന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നു. അവരെല്ലാം ഫ്രണ്ടേ പോയി. ഞാൻ പിന്നെ പിടിച്ച് നിർത്തിക്കുകയായിരുന്നു. പിന്നെ ഞാനും അവിടെ തന്നെ നിന്നു കേട്ടോ. അവരെയൊക്കെ വിളിച്ചിട്ട് എപ്പോൾ വരാനാണോ എന്തോന്ന് പറഞ്ഞ് ഞാൻ നിന്നു. പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടോട്ട് പോയി. ഒരാൾ അവിടെ കടിക്കുന്നു. അപ്പോൾ ഫൈനലി നമ്മൾ തപ്പി വന്ന ആളതേ കിട്ടിയിട്ടുണ്ട്. ഫൈനലി അവർ സൺസെറ്റ് കിട്ടി.